السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن نبينا وسيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله وسلم على سيدنا محمد وعلى آله وأصحابه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. صدق الله العلي العظيم. وقال نبينا وحبيبنا صلى الله عليه وسلم: لن يدخل النار رجل شهد بدرا والحديبية، أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമളാൻ വെളിച്ചം ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ പകുതി ഭാഗം നമ്മിൽ നിന്നും വിട പറയുകയും അവസാനത്തെ പകുതി ഭാഗത്തിലേക്ക് നാം കടക്കുകയും ചെയ്തു. ഇന്ന് പരിശുദ്ധമായ റമളാൻ 16-ാമത്തെ ദിവസമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രോജ്വലമായ ഒരു ചരിത്രത്തിന്റെ സത്യം വിശുദ്ധ ഇസ്ലാമിലൂടെ ലോകത്തിന് പ്രശോഭിതമായ ബദർ യുദ്ധത്തിന്റെ രാവിലാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റമളാൻ വെളിച്ചം ബദർ അനുസരണവും അനുസ്മരണവും എന്ന വിഷയമാണ് അല്പം ചില കാര്യങ്ങളിലൂടെ നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല വിജയം നൽകിയ സത്യത്തിന്റെ ചരിത്രമായിരുന്നു വിശുദ്ധമായ ബദറിന്റെ ചരിത്രം. കേവലം ഒരു ചരിത്രം മാത്രമെന്നല്ല, ചരിത്രത്തിന്റെ ഏറ്റവും ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ഉന്നതമായ ശ്രേണിയും അതുപോലെ തന്നെ ഉന്നതമായ അവസ്ഥകളും പാഠങ്ങളും ഇസ്ലാമിന് നൽകിയ, മുസ്ലിമീങ്ങൾക്ക് നൽകിയ ആശ്വാസത്തിന്റെയും വിശ്വാസികളുടെ പതറാത്ത പോരാട്ടത്തിന്റെയും ഒക്കെ ചരിത്രമാണ് വിശുദ്ധമായ ബദർ നമ്മോട് പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിലെ വിശുദ്ധമായ ബദർ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഒരിക്കലും സാധ്യമല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം വീരന്മാരെയും ധീരന്മാരെയും സൃഷ്ടിച്ച് ഇസ്ലാമിക സമൂഹത്തിന് നൽകിയിട്ടുള്ള വിശുദ്ധമായ ബദർ യുദ്ധം അതെന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും
ആ ബദരീങ്ങളെ അനുസരിക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ധാർമ്മികമായ ബാധ്യത കൂടിയാണ്. കാരണം വിശ്വാസിയുടെ കൂട്ടത്തിൽ ആ വിശ്വാസികളെ കൊണ്ട് അനുസരിക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ഈമാനിക ആവേശം ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി റോൾ മോഡലായി അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള, അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള വിഭാഗമാണ് അല്ലാഹുവിന്റെ വിശുദ്ധരായ ബദരീങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ബദരീങ്ങൾ. അല്ലാഹു ആ ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം അല്ലാഹു മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ബദരീങ്ങളെ സംബന്ധിച്ച് അനുസ്മരിക്കുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞ പോരിശകളും മഹത്വങ്ങളും ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് കാണാം. ലൻ യദ്ഖുലന്നാറ റജുലുൻ ശഹീദ ബദറ വൽ ഹുദൈബിയ. ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലൻ യദ്ഖുലന്നാറ റജുലുൻ ശഹീദ ബദറ വൽ ഹുദൈബിയ. വിശുദ്ധമായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരും ആ ബദറിന്റെ പരിപൂർണമായ ബദറിൽ പങ്കെടുത്ത വിശ്വാസികളും ഹുദൈബിയയിൽ പങ്കെടുത്തവരും ഒരിക്കലും അവർ നരകത്തിൽ കടക്കുകയില്ല, അതിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും നരകത്തിൽ കടക്കുകയില്ല എന്ന് ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ബദറിനും ബദരീങ്ങൾക്കും ഒരുപാട് മഹത്വമുണ്ട്, ഒരുപാട് പോരിശയുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹദീസുകളിൽ നമുക്ക് കാണാം, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ സ്വഹാബത്തിനോട് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ ലാ തുഅദി റജുലൻ മിൻ അഹ്ലി ബദർ, ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. ഏ ഖാലിദേ, ലാ തുഅദി റജുലൻ മിൻ അഹ്ലി ബദർ, ലാ തുഅദി റജുലൻ മിൻ അഹ്ലി ബദർ, ബദറിൽപ്പെട്ട ഒരാളെയും നീ വേദനിപ്പിക്കരുതേ. ലൗ അൻഫഖത മിസ്ല ഉഹദിൻ ദഹബാ ലം തുദ്രിക് അമലഹു. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരിക്കലും ബദരീങ്ങളെ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെ, മുഅ്മിനീങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത്. മാനസികമായി അതുപോലെ തന്നെ ശാരീരികമായി അവർക്കൊരു വേദന ഉണ്ടാകുന്ന പ്രവർത്തനമോ വാക്കോ ഉണ്ടാക്കരുതേ. ലൗ അൻഫഖത മിസ്ല ഉഹുദിൻ ദഹബ, ഉഹദ് മലയോളം വലിപ്പമുള്ള സ്വർണ്ണ നാണയങ്ങൾ, അല്ലെങ്കിൽ സ്വർണം നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചാലും ലം തുദ്രിക് അമലഹു, ഏതാനും സമയങ്ങളിൽ ബദറിൽ നടന്ന പോരാട്ടമുണ്ടല്ലോ, ആ കുറഞ്ഞ സമയത്തിൽ നടന്ന പോരാട്ടത്തിന്റെ പവിത്രതയും അതിന്റെ ഗാംഭീര്യവും അതിന്റെ മഹാത്മ്യവും നീ ഉഹദ് മലയോളം വലിപ്പമുള്ള സ്വർണം നീ ധർമ്മം ചെയ്താലും അതിന് അവരുടെ പ്രവർത്തനത്തിന് തുല്യമായി നിനക്ക് എത്തിക്കാൻ കഴിയില്ല ഖാലിദേ. അതുകൊണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ബദരീങ്ങളെ നാം വിഷമിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത് എന്ന പാഠം വിശുദ്ധമായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുമ്പോൾ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ആക്ഷേപിക്കുന്ന ഒരു വിഭാഗമായി, അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു ജനത ബദരീങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ബദരീങ്ങളെ കുറ്റപ്പെടുത്തുകയും അവരെ അനുസ്മരിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളെ ആക്ഷേപ സ്വരത്തിലൂടെ ഉയർത്തിക്കാട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഈമാനിന്റെ മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് ബദറിലെ ശുഹദാക്കളെ കൂടാതെ, ബദറിന്റെ ചരിത്രമില്ലാതെ നമുക്കത് സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബദരീങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ഇത് മാത്രമല്ല, ബദരീങ്ങളിൽ വാനലോകത്തും ഭൂമിലോകത്തും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ വാനലോകത്തും ഭൂമിലോകത്തും ഒരേപോലെ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ബദരീങ്ങളെന്ന് ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സന്ദർഭത്തിൽ കടന്നു വരുന്നു. നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, മാ തഉദ്ദൂന മൻ ശഹിദ ബദറാ. ജിബ്രീൽ
അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങനെയാ അവരെ കണക്കാക്കുന്നത്? അവരെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങൾ എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാറുനാ, നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ബദരീങ്ങൾ എന്ന് നബി തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, വകദാലിക മൻ ഷഹിദ ബദറൻ മിനൽ മലായികതി ഹും ഇൻദനാ ഖിയാറുൽ മലായിക. ബദർ യുദ്ധത്തിൽ സാക്ഷികളായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ധീര പോരാട്ടത്തിന് വേണ്ടി സഹായം നൽകിയ ബദറിൽ പങ്കെടുത്ത മലക്കുകളുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആ ബദരീങ്ങളാകുന്ന ആ മലക്കുകളും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാത്മ്യമുള്ളവരാണ്, ശ്രേഷ്ഠരാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വാനലോകത്തും ഭൂമിലോകത്തും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടവരാണ് ബദരീങ്ങൾ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ ബദരീങ്ങളെ അനുസ്മരിക്കുക നമ്മുടെ ബാധ്യതയാണ്. അവരെ അനുസരിക്കുക, ഈമാൻ കൊണ്ട് തവക്കുൽ കൊണ്ട് അനുസരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിന്റെ കർമ്മസരണിയായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇഹബര വിജയം അല്ലാഹു എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം അല്ലാഹു തആല മാറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ വെളിച്ചം ശ്രവിക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന പഠിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ മുഴുവൻ രോഗങ്ങൾക്കും അല്ലാഹു ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.